ഹായ് ഫ്രണ്ട്സ്, മിന്നുവിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ അടിയനത്തിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഞാൻ വിത്ത് പാകി മുളപ്പിച്ചെടുത്ത കുറേ അടിയനത്തിൻ്റെ തൈകളാണ് ഈ കാണുന്നത്. എല്ലാം ഒന്നിച്ച് മുളപ്പിച്ചതാണ്. എന്നാൽ നോക്കൂ, ചിലതിനൊക്കെ നല്ല വളർച്ചയുണ്ട്, എന്നാൽ ചിലതിനൊന്നും നല്ല വളർച്ചയില്ല. കാരണമെന്ന് വെച്ചാൽ നല്ല വിത്താണെങ്കിൽ ആ ചെടി കരുത്തോടെ വളർന്നു വരികയും പിന്നീടുള്ള അതിൻ്റെ വളർച്ചയും നല്ല കരുത്തോടെ തന്നെ ആയിരിക്കും. എന്നാൽ കരുത്ത് കുറഞ്ഞ വിത്താണെങ്കിൽ അതിൽ ഉണ്ടാകുന്ന ചെടികൾ വളർച്ചയ്ക്ക് അല്പം പിന്നോട്ടായിരിക്കും. അങ്ങനെയുള്ള ചെടികളെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഇടയ്ക്ക് അവർക്ക് വളങ്ങൾ ചെയ്തു കൊടുക്കണം. ആ ചെടികൾ ഒരുപാട് മഴ നനയാതെ നമ്മൾ സൂക്ഷിച്ച് ഷെഡിൽ വെച്ച് തന്നെ വളർത്തണം. ഇടയ്ക്കൊക്കെ അവർക്ക് NPK വളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരുടെ വളർച്ചയ്ക്ക് അല്പം മാറ്റം സംഭവിക്കാൻ തുടങ്ങും. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഇതിൻ്റെ എല്ലാം ഇലകളിൽ ഞാൻ സാഫ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ. അടിയനത്തിൻ്റെ കുറച്ച് തൈകളൂടെ എനിക്ക് റീപോർട്ട് ചെയ്യാനുണ്ട്. അതാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഈ മണ്ണ് ശരിയാക്കിയെടുക്കുന്നത്. ഒരുപാട് ചരലുകൾ ചേർന്ന മണ്ണാണ് ഞാൻ ചെറിയ തൈകൾ നടാൻ എടുക്കുന്നത്. കണ്ടോ, ഞാൻ കുറച്ച് ഇഷ്ടികയൊക്കെ പൊടിച്ച് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഒരുപാട് ചരലൂടെ ചേർത്താണ് ഞാൻ പോട്ടിംഗ് മിക്സ് ശരിയാക്കി എടുത്തിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ആ ചെറിയ തൈകൾക്ക് നല്ല രീതിയിൽ വേരോടാൻ ഇത് സഹായകമാകും. മണ്ണിൽ ഒരുപാട് തരികളൊന്നും ഇല്ലെങ്കിൽ ആ മണ്ണ് പെട്ടെന്ന് കട്ടി പിടിച്ച് അത് ആ ചെറിയ ചെടികൾക്ക് വേരോടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ചരൽ കൂടുതലുള്ള മണ്ണ് എടുക്കുന്നത്. അതുകൊണ്ട് അതിന് അല്പം എല്ലുപൊടിയും അല്പം വേപ്പും പിണ്ണാക്ക് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ചെറിയ ചെടിയാണല്ലോ, അതിനങ്ങനെയുള്ള വളങ്ങൾ മാത്രം ചെയ്താൽ മതി. നമ്മുടെ മേൽമണ്ണിൽ കാണുമല്ലോ അല്പം വളമൊക്കെ, അതൊക്കെ മതി ഇപ്പം ഈ ചെടിക്ക് ആവശ്യത്തിന്. ഈ ചെടിയെയാണ് ഞാൻ ഇനി റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. ഇതിനെ പുതിയ പോട്ടിംഗ് മിക്സറിലോട്ട് നട്ട് കൊടുത്ത് നല്ല രീതിയിൽ നമ്മൾ വളമൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് വളർച്ചയ്ക്കൊരു മാറ്റം വരും. കണ്ടോ, ഇതിൻ്റെ വേരുകൾക്കൊന്നും കുഴപ്പമില്ല, കോഡെക്സും നല്ലതാണ്. ഇതിനെ ഒരു പുതിയ പോട്ടിംഗ് മിക്സറിലോട്ട് നടുമ്പോൾ അതിനൊരു മാറ്റമൊക്കെ സംഭവിക്കും. അതിന് വളരാനുള്ള ഒരു പ്രവണത അത് കാണിക്കും. ഈ തൈകൾ ഡബിൾ പെറ്റൽസ് അടിയനത്തിൽ നിന്നും കിട്ടിയ വിത്തിൽ നിന്നുണ്ടായ തൈകളാണ്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ നമുക്ക് മൾട്ടി പെറ്റലോ ഡബിൾ പെറ്റൽസോ ഉള്ള പൂക്കൾ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ അത് ശ്രദ്ധയോടുകൂടി അത് നട്ട് വളർത്തിയെങ്കിൽ മാത്രമേ, അത് പൂവിടുമെങ്കിൽ മാത്രമല്ലേ നമുക്കറിയാൻ കഴിയുകയുള്ളൂ ഇത് ഉണ്ടാകുന്നത് മൾട്ടി പെറ്റലാണോ ഡബിൾ പെറ്റൽസ് ആണോ എന്നൊക്കെ അന്നേരം നമുക്കറിയാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് അത് ശ്രദ്ധയോടെ നമ്മൾ അതിനെ വളർത്തിയെടുക്കാനാണ് പോകുന്നത്. എൻ്റെ കൈവശമുള്ള എല്ലാ അടിയനത്തിൻ്റെ വിത്തുകളും അങ്ങനെയൊക്കെ ഉണ്ടായതാണ്. എൻ്റെ കയ്യിൽ 25ഓളം മൾട്ടി പെറ്റൽസിൻ്റെ അടിയനവും പിന്നെ കുറച്ച് ഡബിൾ പെറ്റൽസിൻ്റെ അടിയനവും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ പൂവിൽ നിന്നൊക്കെ പരാഗണം നടന്നൊക്കെ വരുമ്പോൾ നമുക്കുണ്ടാവുന്ന വിത്തുകൾ എന്തുമായാലും ചിലത് നമുക്ക് ഡബിൾ പെറ്റൽസോ അല്ലെങ്കിൽ വെറൈറ്റി കളറുകളോ ഉണ്ടാവാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ തൈകളെയൊക്കെ നമ്മൾ ശ്രദ്ധയോടാണ് വളർത്തുന്നത്. അത് പൂവിടാൻ വേണ്ടി നോക്കി കാത്തിരിക്കുകയാണ് ഞാൻ. കഴിഞ്ഞ പ്രാവശ്യം നട്ടെടുത്ത ഇതുപോലുള്ള വിത്തുകളിൽ നിന്നും എനിക്ക് മൾട്ടി പെറ്റൽ അടിയനത്തിൻ്റെ പൂക്കൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സിംഗിൾ പെറ്റൽസും വെറൈറ്റികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇത് ശ്രദ്ധയോടുകൂടി നട്ട് പരിപാലിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ നോർമൽ വെറൈറ്റി ആയിട്ട് മാറുന്ന അടിയനത്തിനെല്ലാം ഞാൻ പ്രത്യേകമായിട്ട് മാറ്റി വയ്ക്കും. അതിനകത്താണ് വീണ്ടും ഞാൻ നല്ല പൂക്കളുള്ള അടിയനം ബഡ് ചെയ്ത് എടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല ചെടികൾ ഒരുപാട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ചെറിയ ചെടി നമ്മൾ മഴയത്തെങ്ങും കൊണ്ട് വെക്കരുത്. ഈ ചെടി പെട്ടെന്ന് അഴുകിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇത് ഷേഡുള്ള ഏരിയയിൽ വെച്ച് കുറച്ച് നല്ലതുപോലെ വളർത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് മഴയത്തേക്ക് വെച്ച് കൊടുക്കാവൂ. മഴയത്തിരിക്കുന്നത് കൊണ്ട് ചെടിക്ക് പെട്ടെന്ന് കുഴപ്പങ്ങളൊന്നും സംഭവിക്കത്തില്ല. മഴവെള്ളത്തിലടങ്ങിയിരിക്കുന്ന എല്ലാ മൂലകങ്ങളും ചെടിക്ക് കിട്ടുകയും അതോടെ ചെടി നല്ല രീതിയിൽ വളരുകയും ചെയ്യും. ഈ ചെറിയ ചെടികൾ ഇനി പൂക്കണമെങ്കിൽ 1 വർഷത്തോളം നമ്മൾ കാത്തിരിക്കണം. എന്നാൽ ചില ചെടികളൊന്നും 1 വർഷത്തോളം ഒന്നും കാത്തിരിക്കേണ്ടി വന്നിട്ടില്ലായിരുന്നു എനിക്ക്.
ചിലതൊക്കെ ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ പൂവിടാൻ തുടങ്ങിയിരുന്നു. അതും ചെറിയ ചെടികളിൽ. ഈ അടീനിയം ചെടികൾക്ക് ഇടയ്ക്കൊക്കെ നമ്മൾ സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും അതിൻ്റെ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് ഈ മഴക്കാലമായതുകൊണ്ട് ഇത് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടായി ചെടി നശിച്ചു പോകാൻ ഒരുപാട് ചാൻസ് കൂടുതലാണ്. അങ്ങനെ എനിക്ക് ചില ചെടികളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിനെ രക്ഷപ്പെടുത്തി കുറേ ചെടികൾ എടുത്തിട്ടുണ്ട്. അതിലൊരു ചെടി ഞാൻ ഇപ്പം തന്നെ കാണിക്കാം. അതിൻ്റെ കോഡെക്സ് കേടായിപ്പോയതാണ്. കണ്ടോ, ഇതായിരുന്നു ആ ചെടി. പക്ഷെ നല്ല രീതിയിൽ വളർന്നു വന്ന ഒരു തൈയായിരുന്നു. ഇതിൻ്റെ വേരിൽ കൂടി എങ്ങാണ്ട് ഇൻഫെക്ഷൻ വന്ന് കണ്ടോ, അതിനകത്തേക്ക് അത് പടർന്ന് കയറി ഒരുപാട് ദ്രവിക്കാൻ തുടങ്ങിയതായിരുന്നു. അത് പിഴുതെടുത്തതിന് ശേഷം അതിനെ ക്ലീൻ ചെയ്ത് മൊത്തം എടുത്ത് കളഞ്ഞ് ആ കറുത്തതും അഴുകിയിരിക്കുന്ന ഭാഗമെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം ഞാനത് സാഫ് പുരട്ടി കുറച്ച് 2-3 ദിവസം വെയിലത്ത് തന്നെ വെച്ചിരുന്നു. അങ്ങനെ അതങ്ങ് അവിടെ ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാനിതിനെ നട്ടു കൊടുത്തത്. വേരിൻ്റെ ഭാഗം മാത്രം മണ്ണിലേക്ക് വെച്ച് കൊടുത്താണ് ഞാൻ നട്ടത്. അതുകൊണ്ട് ഇത് നേരെ നിൽക്കാത്തത് കൊണ്ടാണ് ഞാനൊരു കമ്പ് കൊണ്ട് സ്റ്റാൻഡ് കൊടുത്തതിനെ കെട്ടി നിർത്തിയിരിക്കുന്നത്. അതിൻ്റെ മുകൾ ഭാഗത്തും അഴുകാൻ തുടങ്ങിയതായിരുന്നു. അത് കട്ട് ചെയ്ത് ഞാൻ കളഞ്ഞു. ഇപ്പം കണ്ടോ, അത് പുതിയ മുകുളങ്ങൾ വന്നത് കിളിക്കാൻ തുടങ്ങി. ഇനി അതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അടീനിയം ചെടി കണ്ടോ, ഇതിൻ്റെ മുകൾ ഭാഗം ഞാൻ വെറുതെ ഒന്ന് ഒടിച്ച് കളഞ്ഞതാണ്. അന്നേരം കണ്ടോ അതിൽ വന്ന മാറ്റങ്ങൾ, കുറേ ശാഖകൾ ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ ശാഖകൾ ഈ കോഡെക്സിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാകുമ്പോൾ നല്ലതായിരിക്കുമല്ലോ പൂക്കൾ ഉണ്ടാകുമ്പോൾ കാണാൻ. അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയത്. വേറൊരു ചെടിയിലും ഞാൻ അതുപോലെ ചെയ്ത് നോക്കി. അതാണ് ഈ ചെടി. കണ്ടോ, അതിനകത്ത് ഇപ്പം 4 ശാഖകൾ ഉണ്ടാകാൻ തുടങ്ങി. ഇത് വലിയ പ്ലാന്റ് ഒന്നുമല്ല, ചെറിയൊരു പ്ലാന്റാണ്. കണ്ടോ, അതിലും വന്ന മാറ്റങ്ങൾ കണ്ടോ. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ശാഖകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഒരു മൾട്ടി പെറ്റലിൻ്റെ ഒരു ഫ്ലവറാണ്. ഇത് നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ കുറേ ചെടികളുണ്ട്. എല്ലാം ഒന്നും ഇപ്പം പൂവിട്ടിട്ടൊന്നുമില്ല. ഇപ്പം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് എല്ലാ ചെടികളിലും പൂക്കളൊന്നുമില്ല. ചിലത് മുട്ടുകൾ വന്നിട്ട് അങ്ങ് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. മഴവെള്ളം ഒക്കെ വീണതുകൊണ്ടായിരിക്കാം. ഇത് കണ്ടോ, ഇത് ഒരു മഞ്ഞ മൾട്ടി പെറ്റലാണ്. ഇതൊരു സിംഗിൾ പെറ്റലിൻ്റെ ഒരു പൂവാണ്. ഇതൊക്കെ പൂക്കളുണ്ട് ചെറുതായിട്ടൊക്കെ. പിന്നെ ഇതും ചെറിയൊരു തൈയാണ്. അതിനകത്തും മുട്ട് വന്നു. ഇനി വിത്ത് പാകി മുളപ്പിച്ചെടുത്ത തൈകളിലുണ്ടായ പൂക്കൾ കാണിക്കാം. അതൊക്കെയാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. ഇതൊക്കെയാണ് എനിക്ക് അങ്ങനെ ഉണ്ടായ പൂക്കൾ. നല്ല ഭംഗിയുള്ള പൂക്കളല്ലേ. ഇത്രയും നേരം എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. പൂക്കളെ ചെടികളെയൊക്കെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക് യു.